ഞങ്ങളെ ദിനംപ്രതി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും നല്ല ഇടയനായ പുല്ലുതമ്പുരാനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി മലയിൽ കുരിശിൽ സ്വന്തം ജീവൻ വെടിഞ്ഞു. കർത്താവേ, ഇന്ന് അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിൽ അവസാന തുള്ളി രക്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് ചൊരിഞ്ഞു. ഞങ്ങളെ കാത്തു സംരക്ഷിക്കാനായിട്ട് അങ്ങ് എപ്പോഴും കൂടെയുണ്ട്. അങ്ങയുടെ ദൂതന്മാരുടെ കാവൽ സംരക്ഷണം ഞങ്ങളോടൊപ്പമുണ്ട്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് അവരുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരണമേ. എല്ലാ തര പൈശാചിക പീഡനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. ക്രിസ്തുവാണ് യഥാർത്ഥ ലഹരിയെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. ക്രിസ്തുവിനെ ഒരിക്കലും കൈവിടാതെ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള കൃപ ഒരു വ്യക്തിക്ക് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങാണ് അവർക്കെല്ലാം, അങ്ങയുടെ സ്നേഹമാണ് അവർക്കെല്ലാം. ഈശോയെ, എപ്പോഴും കൂടെ ആയിരുന്ന് അവരെ സംരക്ഷിച്ച് ആശീർവദിച്ച് അവരെ വഴി നടത്തണമേ. 23-ാമത്തെ സങ്കീർത്തനം പറഞ്ഞു വെക്കുന്നത് പോലെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന്. ഇന്ന് ഈ ഓഗസ്റ്റ് 11-ാം തീയതി അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ധ്യാനിക്കുക പരിശുദ്ധ അമ്മയെ പറ്റിയാണ്. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മുന്നിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാത്തതുപോലെ തോന്നാം. പ്രതീക്ഷകൾ തകരാം. എന്നാൽ അത്തരം നിമിഷങ്ങളിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയുണ്ട്, ദൈവത്തിലുള്ള പ്രത്യാശ. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഈ പ്രത്യാശയുടെ വലിയ സാക്ഷ്യമായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ എന്ന്. മറിയത്തിന് ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല. എന്നാൽ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമല്ല അവൾ ദൈവത്തിൽ വിശ്വസിച്ചത്. മനസ്സിലാക്കാത്തപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വെച്ചു. നമ്മുടെ ജീവിതത്തിലും പല ചോദ്യങ്ങളും മനസ്സിലുയരാം. കർത്താവേ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ ഉത്തരം ലഭിക്കും? എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്തായിരിക്കും? പക്ഷേ മറിയം നമ്മോട് പറയുന്നത് ഇതാണ്, എല്ലാം മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ ദൈവത്തെ വിശ്വസിക്കാമെന്ന്. കാനായിലെ കല്യാണ വിരുന്നിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തികളായിരുന്നു അവിടെയുള്ളവർ പലരും. പക്ഷേ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന്. അവൾ പ്രശ്നം യേശുവിന് മുമ്പിൽ സമർപ്പിച്ചു. അതാണ് പ്രത്യാശയുടെ മനോഹരമായ മാതൃക. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ വീഞ്ഞു തീർന്നു പോയ നിമിഷങ്ങളുണ്ടാകാം. സന്തോഷം കുറഞ്ഞേക്കാം, സമാധാനം നഷ്ടപ്പെട്ടേക്കാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പ്രതീക്ഷകൾ തകർന്നേക്കാം. അപ്പോൾ മറിയത്തെ പോലെ നമുക്കും പറയാനായിട്ട് പറ്റണം, യേശുവേ, എൻ്റെ പ്രശ്നം ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന്. മറിയം അവിടെ മറ്റൊരു പ്രധാന വാക്കും കൂടി പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് എന്തും ചെയ്യുവനെന്ന്. അതാണ് ദൈവത്തിലുള്ള യഥാർത്ഥ പ്രത്യാശ. ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം കുരിശിൻ കീഴിലായിരുന്നു. യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ സമയത്തും അവൾ അവിടെ നിന്നിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുന്നു, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിന്നിരുന്നു എന്ന്. എല്ലാം അവസാനിച്ചതുപോലെ തോന്നിയ നിമിഷത്തിലും
മറിയം ഓടിപ്പോയില്ല. അവൾക്ക് അപ്പോൾ പുനരുദ്ധാനത്തിൻ്റെ പൂർണ്ണത മനസ്സിലായിരുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവൾ ഉറച്ചു നിന്നു. നമ്മുടെ ജീവിതത്തിലും കുരിശുകൾ വരാം, പക്ഷേ കുരിശ് അവസാന വാക്കല്ല. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് അവസാന വാക്ക്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: പ്രത്യാശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ സഹിക്കുകയും പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുകയും ചെയ്യുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? കുടുംബത്തിന് പ്രശ്നമാണോ? നിറവേറ്റാത്ത ഒരു പ്രാർത്ഥനയാണോ? ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണോ? നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു കുരിശാണോ? ഇന്ന് അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. മറിയത്തോടൊപ്പം നമുക്കും പറയാം: കർത്താവേ, എനിക്ക് എല്ലാം മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാനങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നുവെന്ന്. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനം: കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവർ പുതുശക്തി പ്രാപിക്കുമെന്ന്. അതിനാൽ ഇന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്കൊന്നു ചേർന്ന് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ സാഹചര്യങ്ങളിലല്ല, ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതിയിലല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് എൻ്റെ പ്രത്യാശ. പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ച അമ്മേ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. കാത്തിരിക്കേണ്ടി വരുമോ ക്ഷമ തരണമേ. കഷ്ടതകളിൽ തളരാതിരിക്കാൻ ശക്തി തരണമേ. എല്ലാം മനസ്സിലാക്കാത്തപ്പോഴും ദൈവത്തെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം: കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന്. വിശുദ്ധ ക്ലാരയെ പോലെ എപ്പോഴും ദൈവഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് 27 വർഷക്കാലം ഈശോയുടെ തിരുശരീരം മാത്രം ഭക്ഷിച്ച് ജീവിതം മാറ്റിവെച്ച ആ വ്യക്തിയുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന് വലിയ സംരക്ഷണം ഉണ്ടാകും എന്നൊരു ഉറപ്പ് ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തുതി എന്നേരവും പുകഴ്ച.